ദേവദൂതൻ പടം ഇറങ്ങിയത് അതായത് 4K കട്ട് ചെയ്ത് എൻ്റെ ആ സിനിമ കാണാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പലരും പോയി. ഓക്കെ, എനിക്ക് ഇപ്പം എന്താ പറയുക, കണ്ടവരൊക്കെ ആക്ച്വലി അതിനെപ്പറ്റി എന്നോട് എടുത്തു പറഞ്ഞു. ദേവദൂതൻ എന്ന് പറഞ്ഞ പടം കാണാൻ പോയതേ ഇത് കൂടുതൽ പ്രതീക്ഷ ഉണ്ടാ പോയത്. ഓക്കെ, അതിനകത്ത് ഒരു സീൻ പോലും ഇല്ലാതെ അതിൻ്റെ പപ്പയുടെ സീൻ കംപ്ലീറ്റ്ലി ചെയ്തു പറഞ്ഞു. അതെന്താ പ്രശ്നമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്താണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു. അത് ഒന്ന് രണ്ടാൾ പറഞ്ഞപ്പോൾ ഞാൻ അത്ര വലിയ വിഷയമാക്കില്ല. പിന്നെ കണ്ടവരെല്ലാവരും ഇത് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതെന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞ ഉത്തരവില്ല. പക്ഷേ ആ പടത്തിൻ്റെ ആ ഒരു നല്ല സീൻസിൽ വൺ അമംഗ് ദ ബെസ്റ്റ് സീൻ ഒന്ന് അതായിരുന്നു. അത് ആ ഡാൻസിങ് സീനും അതും ഇതൊക്കെ. കാരണം ജനങ്ങൾ അത് കാണാൻ ഒത്തിരി ആഗ്രഹിച്ചു. കാരണം തിയേറ്ററിൽ പപ്പയെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ഓക്കെ, അപ്പോൾ പപ്പ അഭിനയിച്ച ആ ഒരു പടം വീണ്ടും കാണുമ്പോൾ അവർക്കൊക്കെ ആഗ്രഹമാണ്. പക്ഷേ എപ്പോഴെങ്കിലും അതിൻ്റെ ഡയറക്ടറെ ഒന്ന് കാണുമ്പോൾ ഇത് പറയണം, പ്രൊഡ്യൂസറെ കാണുമ്പോൾ ഇത് പറയണം എന്ന് എനിക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുണ്ട്. അപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്ന യോധയൊക്കെ ഇനി ഇറങ്ങുമ്പോൾ ദയവ് ചെയ്ത് എനിക്കൊരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, പപ്പയുടെ നല്ല നല്ല സീൻസ് ഒക്കെ അതിൽ നിന്ന് എടുത്ത് കളയരുത് എന്നുള്ള. അതൊക്കെ പോയാൽ പടം ഇല്ല. അല്ല, ഞാൻ പറയാൻ അങ്ങനെ ചെയ്യില്ല. ഇനി അത് ടെലികാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളതാണ് ഞാൻ പറഞ്ഞത്. ദേവദൂതൻ ഏർക്കാട് എടുത്ത പടമാണ് അല്ലേ? ഏത് ദേവദൂതൻ ഇപ്പൊ പറഞ്ഞു? ആ, ദേവദൂതൻ ഏർക്കാട് എടുത്തത് ഒളിമ്പ്യൻ അന്തോണി യാദവ്. ഒളിമ്പ്യൻ അന്തോണി യാദവ് കഴിഞ്ഞിട്ടാണ് ഇത്. അമ്മയ്ക്ക് അറിയാം ദേവദൂതൻ. ഊട്ടി ദേവദൂതൻ കണ്ടില്ല? ജയപ്രദയൊക്കെ ഉള്ള പടം. പൂവേ പൂവേ പാലപ്പൂവേ എന്ന് പറയുന്ന പാട്ടൊക്കെ ഉള്ള ഭയങ്കര ഫേമസ് പാട്ടല്ലേ മോഹൻലാലിന്റെ? ഹൊറർ. ഞാൻ ആ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. ദേവദൂതന്റെ വിനീത് കുമാർ ഒക്കെ ഉള്ളു. വിനീത്, ശരത്ത്. റൈറ്റ്. ശരത് കുമാർ അല്ല, ശരത് കുമാർ തമിഴ്നാണ്. ശരത് സീരിയൽ ആ സീനേ ഇല്ല, പപ്പയുടെ സീനേ ഇല്ല. അത് തിയേറ്ററിൽ റിലീസ് ചെയ്തെന്ന്. ഇനി ഇറങ്ങാൻ പോകുന്നു യോധയൊക്കെ റീ റിലീസിങ്. അപ്പൊ ഞാനിങ്ങനെ പറയുമായിരുന്നു, എങ്കിൽ പിന്നെ യോധ ഇല്ലെന്ന് പറയാം. പറഞ്ഞു എക്സ്പീരിയൻസ് ഒന്നും വേറെ ഒന്നുമില്ല. അവിടെ പോയ എന്നെ പപ്പ കൂടെ കൊണ്ടുപോകും. ഹോട്ടൽ റൂമിൽ ഇരിക്കുകയില്ല, കൂടെ ലൊക്കേഷനിൽ തന്നെ കൊണ്ടുപോകും. അവിടെ ഉള്ളവരോടൊക്കെ പറയാം എന്റെ വൈഫാണോ സൂക്ഷിച്ചോണം, ചേച്ചിക്ക് അത് കൊടുക്കണം ഇത് കൊടുക്കണം ഇതൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇടയ്ക്കേക്കും. അമ്മ ആദ്യം അവിടെ പരിചയപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ തന്നെ അവിടെ പരിചയപ്പെടുത്തി അവരുടെ കൂട്ടത്തിലാക്കും. നമ്മളെ ശ്രദ്ധിക്കും പപ്പ, എവിടെ കൊണ്ടുപോയാലും പോയാലും. അമ്മയ്ക്ക് പിള്ളേരെ കൊണ്ടുവന്ന പോലെ ഭയങ്കര ഇതായിട്ടാണ് നമ്മളെ കൊണ്ടുവന്നത്. ഏറ്റവും വലിയ കമ്പനി എന്ന് പറഞ്ഞാൽ കൽപ്പന ചേച്ചിയായിരുന്നു. കൽപ്പന ചേച്ചി സെറ്റിലുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. കൽപ്പന ചേച്ചി മറ്റേ ഇന്ദുപണിക്ക് ചേച്ചി ഇവരെല്ലാരും സെറ്റിലുണ്ടെങ്കിൽ അമ്മ അവരുടെ കൂടെ അങ്ങ് ഇതായിക്കോളും. അപ്പൊ പിന്നെ അമ്മയ്ക്കും അത് വിഷയമില്ല. കാരണം നമ്മളെല്ലാരും കൂടെ ഫോറിൻ വിദേശ യാത്ര വരെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാം ഭയങ്കര കൂട്ടാണ്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.